ആക്ച്വലി ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഫ്രണ്ടിലെ എലിവേഷനിൽ ഒരു ബ്ലാക്ക് ലൂവേഴ്സ് പോലെ കിടക്കുന്നത്, നമ്മൾ ലൂവേഴ്സ് എന്ന് പറയാനാണ്. ഇത് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കൊടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു എ സി വെക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിലൂടെ എയർ സർക്കുലേഷനും വെളിച്ചവും വന്നോട്ടെ എന്ന് കരുതിയിട്ട് കൊടുത്തൊരു ഡിസൈൻ ആയിരുന്നു അത്. അപ്പോൾ ഈ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ മഴയത്താൻ തോന്നുന്നു എനിക്ക്, ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ അവർ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഗ്ലാസ് വെച്ചിട്ട് അടച്ചു കൊടുത്തു. ഫ്രണ്ടിലാണ് വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണത്തെ മഴ ഭയങ്കര സ്ട്രോങ് ആയിരുന്നല്ലോ. പിന്നെ അവിടുത്തെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു സൈറ്റിൽ ആ ഒരു വീട് മാത്രമേ ഉള്ളൂ, അതിനടുത്ത് അടുത്ത വൃക്ഷങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിനെ വീടാണ് അവിടുത്തെ ഒരു ഒബ്സ്ട്രക്ഷൻ, മഴവെള്ളം പോകുന്നതിന്. അപ്പം അങ്ങനെ വരുന്ന കേസിൽ ഈ മഴവെള്ളം ഈ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ തൂവാലടിക്കുന്നു പറയും, അല്ലെങ്കിൽ ശീതലടിക്കുന്നു പറയും, ചാറ്റലടിക്കുന്നു പറയും. നമ്മൾ വീടുകളുടെ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ പോലും നമുക്ക് ചില സമയത്ത് മഴ പെയ്യുമ്പോൾ കാറ്റിലിങ്ങനെ അടിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ സംഭവം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പോളികാർബണേറ്റ് ഷീറ്റോ വാങ്ങിച്ചിട്ട് അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും. അയ്യോ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും? നിങ്ങൾ വെച്ച് കൊടുത്ത വീടല്ലേ, അപ്പം നിങ്ങൾ തന്നെ കൊണ്ടുപോയി ഷീറ്റ് പൊത്തി കൊടുക്കേണ്ടി വരും. എൻ്റെ പൊന്ന് രേണുസുതി, ഇങ്ങനത്തെ ഒരു നന്ദികേട് ഒരിക്കലും ആരോടും ചെയ്യാൻ പാടില്ല. ഒന്നുമില്ലാതെ, ഒരു വീട് പോലും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഒരു ദയാദാക്ഷിണ്യം തോന്നി ചെയ്തു തന്ന ഒരു ഉപകാരത്തിന് ഇപ്പോൾ ഈ ചങ്ങായി, അതായത് ഈ ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചങ്ങായി കിടന്ന് അനുഭവിക്കുകയാണ്. അതായത് അങ്ങേരുടെ ബിസിനസ്സിനെ വരെ ഇത് ബാധിച്ചു എന്നാണ് പറയുന്നത്. ഒരു ഉപകാരം ഒരാൾ ചെയ്തു തന്നു, ഓക്കെ, അത് പിന്നെ എപ്പോഴും അത് പറഞ്ഞിങ്ങനെ മുതലെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരവസ്ഥയാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുധീൻ്റെ കാര്യമാണ്. രേണുസുധിക്ക് സുധി മരിച്ച സമയത്ത് ഇതേപോലെ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നത് 24ഉം ഫ്ലവേഴ്സൊക്കെയാണ് വെച്ച് കൊടുത്തതെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, എന്നാൽ അതല്ല, ഒരു കൂട്ടായ്മ വെച്ച് കൊടുത്തൊരു വീടാണ്. അത് വെച്ച് കൊടുത്തത് ഈ പറയുന്ന ഫിറോസിൻ്റെ കമ്പനിയാണ് വീട് വെച്ച് കൊടുത്തത്. ഓക്കെ, ആ വീട് വെച്ചതിന് ശേഷം 1 വർഷത്തിന് ശേഷം ഇപ്പം വന്നിട്ട് രേണുസുധി പറയുകയാണ് അതിന് ചോർച്ചയാണെന്ന്. ഈ ചോർച്ച എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ചോർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കുന്ന വീട്, അതായത് മേൽക്കൂരയിൽ നിന്നും വെള്ളം ഉറ്റിട്ട് വീഴുന്നതിനെയാണ് ചോർച്ച എന്ന് സാധാരണ നിലയിൽ പറയാറുള്ളത്. പക്ഷേ രേണുസുധി ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോർച്ച എന്ന് പറയുന്നത്, നമ്മൾ ഈ വീടൊക്കെ വെച്ച് കഴിയുമ്പം സൈഡിലൂടെ ഇങ്ങനെ ചാറ്റിലടിച്ച് കഴിയുമ്പം വെള്ളം അകത്തോട്ട് കയറില്ലേ, ഇതിനാണ് രേണുസുധി ചോർച്ച എന്നും പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ആ വീട് വെച്ച് കൊടുത്തിട്ടുള്ള ഫിറോസ് പറഞ്ഞത്. അതായത് അവിടെ ഒരു ഷീറ്റ് വാങ്ങി ഇട്ടിട്ടുണ്ട് തീരാവുന്ന പ്രശ്നത്തിനാണ് രേണുസുധി വന്നിട്ട് അയ്യോ വീട് വെച്ച് തന്ന വീടിൽ ചോർച്ചയാണേ എന്നും പറഞ്ഞിട്ട് കരയുന്നത്. എന്താണ് ഇതിനൊക്കെ പറയേണ്ടത്? രേണുസുധി ഈ ചെയ്തത് വളരെ മോശമാണെന്ന് പറയാനുള്ളൂ. ഈ ഒരു സംഭവം ഇപ്പോൾ പൊങ്ങി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം രേണുസുധീൻ്റെ കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള മോൻ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ വീട് മൊത്തം അലങ്കോലമായിട്ട് കിടക്കുന്ന കണ്ടു. അപ്പോൾ എല്ലാവരും അതിനെതിരെ പ്രതികരിച്ചു. അപ്പം എന്താണ് ഇത്രയും നല്ല വീട് ഇങ്ങനെ മോശമായിട്ട് ഇടുന്നതെന്നെല്ലാം പറഞ്ഞപ്പം അതിൻ്റെ മറുപടി എന്നോണം, അല്ലെങ്കിൽ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രേണുസുധി പറഞ്ഞിരിക്കുന്ന പരിപാടിയാണ് വീട് ചോർച്ചയുണ്ടെന്ന്. അപ്പോൾ ബാക്കിയും കൂടെ നിങ്ങൾ കേട്ടു നോക്ക്. ബാക്കിയും കൂടെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുസുധീനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു പോസിറ്റീവ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത് ഇല്ലാണ്ടാക്കി കളയും. അത്ര നന്ദിയില്ലാത്ത രീതിയിലാണ് രേണുസുധി സംസാരിച്ചിട്ടുള്ളത്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളെ ക്രെഡിബിലിറ്റിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം പറയാം, നമ്മൾ എൻ്റെ മകളെ ഞാൻ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാനൊരു അതിൻ്റെ കെട്ടാൻ പോകുന്ന പയ്യനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ഒരാളെൻ്റെ അടുത്ത് വെറുതെ ഒരു നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ ആ കല്യാണം ഞാൻ പ്രൊസീഡ് ചെയ്യില്ല. നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതെ, വീടും നിർമ്മാണവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി വർക്ക് എടുക്കുന്ന ആൾക്കാരാണ്, അല്ലാതെ TV-കളിൽ പരസ്യം കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വർക്ക് എടുക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ എനിക്ക് വർക്ക് തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ വീടുമായി സഹകരിച്ച് ആർക്കെങ്കിലും വർക്ക് തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീടുണ്ടാക്കി കൊടുത്തിട്ട് 1 വർഷം പോലും ആയിട്ടില്ല, ആ വീട് ചോരാൻ തുടങ്ങി. ഞങ്ങൾ എങ്ങനെ ഞങ്ങളെ വീട് പണി ഏൽപ്പിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെ ശരിക്കും ഞങ്ങളുടെ ബിസിനസ്സിനെ അത് എഫക്ട് ചെയ്യുന്നതിനകത്ത് ഒരു സംശയമില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ നമ്മളാണെങ്കിലും ഇപ്പോൾ ഒരു പുതിയൊരു വീട് പണിയുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവരുടെ ഇതിന് മുമ്പുള്ള വീടുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ആളുകളോട് പോയി അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഒരു വർക്ക് കൊടുക്കുക. അതായത് ഒരു കോൺട്രാക്ടർ വരുന്ന സമയത്ത് ആ കോൺട്രാക്ടർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീടുകൾ എങ്ങനെയാണ്, നല്ല രീതിയിലാണ് പോകുന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു വർക്ക് എന്നൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ വീട് പണിക്ക് കൊടുക്കുകയുള്ളൂ. ഇപ്പം ഇവരിങ്ങനെ ഒരു വീട് വെച്ച് കൊടുത്തിട്ട് ഇവരുടെ വീടിനെക്കുറിച്ച് ഇതേപോലെ വന്നിട്ട് ഇങ്ങനെ മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലെ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പിന്നീട് ഇവരുടെ അടുത്ത് പോയിട്ട് വീട് പണിക്ക് അപ്രോച്ച് ചെയ്യുമോ? ഇല്ലല്ലോ. ഇത് തന്നെയാണ് ഈ പറയുന്ന ഫിറോസ് ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. രേണുസുധിക്ക് ഒരാവശ്യമില്ലായിരുന്നു. അതായത് വെറുതെ കിട്ടിയ വീട്, ഓക്കെ, വെറുതെ കിട്ടിയതെന്ന് വിചാരിക്കണ്ട. രേണുസുധി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് അവരുടെ അവസ്ഥ കണ്ടിട്ട് സുധീൻ്റെ ഭാര്യയും മക്കളും നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പണി കൊടുത്തൊരു വീട്. ആ വീട്ടിൽ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം തന്നെ ഇവരെ വിളിച്ച് പറയുക, അതായത് ഇതേപോലെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്.
അപ്പോൾ അവർ പറയും ഒരു ഷീറ്റ് മേടിച്ചിടാൻ. ആ ഷീറ്റ് മേടിച്ചിട്ട് 1000-2000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഷീറ്റ് മേടിച്ചിട്ടാൽ തീരാവുന്ന പ്രശ്നത്തിനാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതേപോലെ ഡയലോഗ് ഇളക്കിയത്. ഇവരിത് ആദ്യമായിട്ടല്ല ഇവർക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതിനു മുമ്പും ഫിറോസിനെ വിളിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ ബൾബ് പോകുമ്പോഴും അല്ലെങ്കിൽ ഈ വീട്ടിലെ മോട്ടർ കത്തുമ്പോഴും ഈ വീട്ടിലൊരു എന്താ പറയുക എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അന്നേരം ഈ വീട് വെച്ച് തന്നാൽ ഇവരെ അങ്ങോട്ട് വിളിക്കും. എന്നിട്ട് പറയും അയ്യോ നമ്മുടെ ബൾബ് കത്തുന്നില്ല, ബൾബ് മാറ്റി തരണം, നമ്മുടെ മോട്ടർ ശരിയാവുന്നില്ല, മോട്ടർ മാറ്റി തരണം. ഇതൊക്കെ ചെയ്യേണ്ട ആൾക്കാരാണോ ഇത്? ഇത് ഫ്രീ ആയിട്ട് തന്നതാണ്. എത്ര നല്ല വീടാണ്. ആ വീട്ടിലെ എല്ലാ ഫർണിച്ചറുകളും TV സാധനങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവിടെ ഒരു ബൾബ് പോകുമ്പം വരെ രേണുസുതി ഇവരുടെ പുറകെ പോയിട്ട് ചോദിക്കലാണ് പരിപാടി. എന്താ പറയേണ്ടത്? അങ്ങനെ പരാമർശിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ രേണുസുതിക്ക് ഒരു വീട് പണിത് കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടാവുന്ന ഈ സമയത്ത് രേണുസുതിക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് രേണുസുതിക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതായിരുന്നില്ല ഞങ്ങളുടെ തീരുമാനം കേട്ടോ. സത്യം പറഞ്ഞാൽ സുധിയുടെ 2 മക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കണം എന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അത് സുധി മരിച്ചു കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് ഇദ്ദേഹം കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തുന്നത്. ഇദ്ദേഹത്തിന്റെ പഴയ സ്റ്റോറികളും പഴയ ബുദ്ധിമുട്ടുകളൊക്കെ ടിവികളിൽ സ്ക്രോൾ ചെയ്ത് വരാൻ തുടങ്ങി. അതുപോലെ യൂട്യൂബ് ചാനലിൽ ഫേസ്ബുക്കിൽ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളും ഒരു തീരുമാനത്തിലെത്തുന്നു. ഞങ്ങൾ ടോമിനെ ഇൻഫോം ചെയ്ത് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞപ്പോൾ ടിനി എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വീടുണ്ടാക്കി കൊടുക്കേണ്ട, നിങ്ങൾ ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചു. 20 lakhs ആണ് അവരെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറയില്ല, ഞങ്ങൾ പല ആൾക്കാരും ശാരീരികമായിട്ടും അതുപോലെ മെറ്റീരിയൽസ് തന്നിട്ടും ആ രീതിയിലൊക്കെയാണ് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുക, സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ 24 സംസാരിച്ചു. ശ്രീകണ്ഠൻ നായർ അതുപോലെ ഞങ്ങളെല്ലാവരും കൂടെ KS പ്രസാദിൽ ടിനി എല്ലാവരും കൂടെ മീറ്റിംഗ് വെച്ചു. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ വീടുമായിട്ട് മുന്നോട്ട് പോകുന്നത്. വീടിൻ്റെ ഈ ഒരു തീരുമാനം അത് അന്നൊരു വീടിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അല്ലാതെ ഫർണിച്ചർ അല്ലെങ്കിൽ മുറ്റത്ത് കല്ലിടുക അല്ലെങ്കിൽ കോമ്പൗണ്ട് വാള് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. ഒരു വീട് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ മാത്രം ഉണ്ടായിരുന്നു. വെറും സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമായിരുന്നു ഇവരുടെ തീരുമാനം. അതിൽ നിന്നും അതൊരു വീടായി മാറി. ഫർണിച്ചർ മേടിച്ചു കൊടുത്തു, TV മേടിച്ചു കൊടുത്തു, കോമ്പൗണ്ട് വാൾ കെട്ടിക്കൊടുത്തു. ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടും ഇപ്പോഴെന്താണ് അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വീട് ചോരുന്നു. ഇതാണ് രേണുസുധീൻ്റെ കംപ്ലൈൻറ്റ്. അതായത് ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണി നോക്കുക എന്ന് പറഞ്ഞ പരിപാടിയില്ലേ, അതാണ് ഇപ്പോൾ രേണുസുധി കാണിച്ചിട്ടുള്ളത്. എന്താണ് പറയേണ്ടത്? കിട്ടാതൊക്കെ കിടക്കേണ്ടി വന്നത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതുപോലെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയി. എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾക്ക് നല്ലൊരു വീട് നൽകാൻ പറ്റി. ഒരുപാട് ഫർണിച്ചേഴ്സ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ TV. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ നിങ്ങളുടെ നല്ല വീടാണ്, നല്ല അടിപൊളി വീടാണ്. ഒരാൾ പോലും അതിനെക്കുറിച്ച് മോശം അഭിപ്രായം ഇന്നലെ വരെ പറഞ്ഞിട്ടില്ല. ഇന്നലെയാണ് ആദ്യമായിട്ട് സ്റ്റേണു ഒരു മോശം അഭിപ്രായം പറയുന്നത്. ഇപ്പോ സത്യത്തിൽ ഞങ്ങൾക്ക് ആ വീടിന്റെ ഒരു കിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ മകൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞങ്ങൾ ആ വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി. എന്ന് വെച്ചാൽ ഒരു വീടാണെങ്കിലും നമ്മുടെ വാഹനമാണെങ്കിലും ഓഫീസാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങളാണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിൽ പോലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിനകത്ത് ഞാൻ കുളിക്കാതെ ഷേവ് ഒന്നും ചെയ്യാതെ നടന്നു കഴിഞ്ഞാലൊന്നും ശരിയാവില്ല. അപ്പോൾ സംഭവം എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം കിച്ചുവിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ ആ വീടിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇവർക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അതായത് ഒരു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല, അത് ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും ഇത് കാണുമ്പോൾ ഇത് വെച്ച് കൊടുത്ത ആൾക്കാർക്ക് ഒരു വിഷമമുണ്ടാവും. അതായത് ആ നല്ലൊരു വീടിനെ കുളമാക്കി അടിച്ചു വൃത്തിയാക്കാതെ ഏതൊരാൾക്കും ഉണ്ടാകുന്ന വിഷമമാണ് ഇദ്ദേഹവും ഇവിടെ പറയുന്നത്. സത്യമല്ലേ? നിങ്ങൾ കണ്ടപ്പോഴും നിങ്ങൾക്ക് അത് തോന്നിയില്ലേ? അതായത് ആ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, 1 വർഷമായ വീടാണ്. ആ വീട്ടിൽ മര്യാദയ്ക്ക് ഒരു തുണി അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഒരു സാധനം വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ അലങ്കോലമായിട്ട് ഒരുപാട് പേര് അവിടെ താമസിക്കുന്നുണ്ട്. ഇവരിപ്പം ഈ സുധീൻ്റെ ഭാര്യയ്ക്കും 2 മക്കൾക്കും താമസിക്കാൻ വേണ്ടി വെച്ചു കൊടുത്ത വീട്ടിനുള്ളിൽ ഇവരുടെ ആരെല്ലോ വന്ന് താമസിക്കുകയാണ്. ബന്ധുക്കൾ, മക്കൾ, അങ്ങനെ ഒരുപാട് പേര് വന്ന് താമസിക്കുകയാണ്. അതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല, അതൊന്നും ഇവർ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ വീടൊന്ന് മര്യാദയ്ക്ക് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് വൃത്തിയിൽ കൊണ്ടു നടക്കുക, അതെങ്കിലും ഒന്ന് ചെയ്യേണ്ടത് സാമാന്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? അതുപോലും ചെയ്യുന്നില്ല. എന്നിട്ട് വന്നിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെല്ലാം വന്നിട്ട് എന്തൊക്കെ ഡയലോഗാണ് രേണുസുധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം സ്വന്തം വീട്ടിലെ വൃത്തി അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കാര്യം മര്യാദയ്ക്ക് നോക്കിയിട്ട് ഇതേപോലെ നാട്ടുകാരുടെ വായടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഇതെല്ലാം പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴാണല്ലോ ആളുകൾ ഇത് കാണുന്നത്. ഈ ആളുകൾ കാണുമ്പോൾ എന്തായാലും ആളുകൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യും. കാരണം ഇത് രേണുസുധിക്ക് ഫ്രീ ആയിട്ട് ഒരു ടീം വെച്ച് തന്ന വീടാണ്. അപ്പോൾ എന്തായാലും നാട്ടുകാർ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക തന്നെ ചെയ്യും. 2020 മുതൽ ഞാൻ 2 നമ്പർ എടുത്തിട്ടുണ്ട്, പേഴ്സണൽ നമ്പറും ഒഫീഷ്യൽ നമ്പർ. ഈ നമ്പർ ഇതുവരെ മാറിയിട്ടില്ല, എനിക്കത് മാറ്റാൻ കഴിയില്ല. പിന്നെ ഞാൻ അവരെ അന്ന് ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ പോയിട്ടില്ല. പൊതുവെ ഞങ്ങൾ അങ്ങനെയാണ്, ഒരാൾക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവരെ വീണ്ടും വിളിച്ച് അല്ലെങ്കിൽ ശല്യം ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ചോദിക്കാനൊന്നും പോകാറില്ല. കാരണം വെച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു, നമ്മൾ അതോടുകൂടെ നമ്മൾ മറന്നു അത്. പിന്നെ അവരാണ് ഓർത്ത് വെക്കേണ്ട ആൾക്കാർ, അത് വാങ്ങിച്ച ആൾക്കാരാണ് ഓർത്ത് വെക്കേണ്ടത്. ഇവൻ ഞാനൊരു സഹായം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാനത് ഓർത്ത് വെക്കേണ്ടതാണ്. പക്ഷെ അവരത് ഓർത്ത് വെച്ചില്ല. ശരിക്കും ആക്ച്വലി
ഞാൻ ഇവരെ ഫാദർ ലോനെ വിളിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് താമസം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളവിടെ ഒരു ഓണത്തിന്റെ പ്രോഗ്രാം നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ഓണസദ്യ അവിടെ വെച്ച് കഴിക്കുന്നുണ്ട്, അപ്പോൾ വീടിനെ കുറിച്ചിട്ടും നിങ്ങളെ കുറിച്ചിട്ട് ഒരു പ്രൊമോഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, അപ്പോൾ ഈ അവിടെ ഒരു ബൈറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരില്ല, നിങ്ങൾ അവരെ എടുത്തു, ഞാൻ എനിക്ക് ഓവർ ദ ടെലിഫോൺ എന്തെങ്കിലും ബൈറ്റ് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞു. ആക്ച്വലി ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് രണ്ടാമത് പറഞ്ഞത് വെച്ചാൽ ഞങ്ങളെടുത്ത് അവർ 15,000 രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്ന് രേണു, എന്താണ് ഈ കേൾക്കുന്നത്? അതായത് ഇവർ വെച്ച് കൊടുത്ത വീട്ടിൽ ഓണപ്പരിപാടിക്ക് ഇവരൊരു പ്രൊമോഷൻ പോലെ ആ വീട്ടിൽ ചെന്ന് ഓണസദ്യ ഉണ്ടാക്കി ഇവരുടെ കൂടെ കഴിച്ച് അതൊരു പ്രൊമോഷൻ പോലെ തന്നെ, ഒരു കോൺട്രാക്ടറാണല്ലോ, അപ്പോൾ അവർക്കൊരു പ്രൊമോഷൻ ആവും എന്നുള്ള രീതിയിൽ ഇവർ അപ്രോച്ച് ചെയ്ത സമയത്ത് 15,000 രൂപ ഇവരോട് പ്രൊമോഷൻ ചാർജ് ചോദിച്ചു. എന്താ ഇവരോടൊക്കെ പറയേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ഫ്രീ ആയിട്ട് ഒരു വീട് വെച്ച് തന്നു, ഓക്കെ. അപ്പോൾ എപ്പോഴും വന്ന് ഇവരെ ശല്യപ്പെടുത്തുവാണെങ്കിൽ ഓക്കെ. ഇത് ആദ്യമായിട്ടൊരു ഓണപ്പരിപാടിയൊക്കെ ആകുന്ന സമയത്ത് അവിടെ വീട്ടിൽ വന്നിട്ട് ഇവരുടെ കൂടെ സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ വെച്ചിട്ട് ഓണസദ്യ എല്ലാം കഴിച്ച് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് പോകുന്നതിന് ഇവർ ചോദിച്ച പൈസയാണ് 15,000 രൂപ പ്രൊമോഷൻ ചാർജ്. അവരോട് തന്നെ പൈസ ചോദിക്കുക. എന്താണ് അവസ്ഥ? കൊള്ളാം എന്തായാലും. എന്നിട്ട് രേണുസുതി നാട്ടുകാരോടെല്ലാം വന്ന് പറയുന്നത് എന്താണ്? അയ്യോ എനിക്ക് ജീവിക്കാൻ പൈസ ഇല്ല, എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല. ഇങ്ങനെ ഈ കൊള്ള പൈസ എല്ലാം മേടിച്ചിട്ടും ഇവർക്ക് ജീവിക്കാൻ പൈസ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഒരു പ്രൊമോഷൻ ചെയ്യുന്നതിന്, പ്രൊമോഷൻ ഇപ്പോൾ വേറെ ഏതെങ്കിലും ടീം വന്നിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതിന് 10,000, 20,000, 50,000 മേടിച്ചാൽ ഒരു പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ഉപകാരം ചെയ്ത് തന്ന ആൾ തന്നെ ആ ഒരു വീടിനെ കുറിച്ച് അല്ലെങ്കിൽ ആ വീട്ടിൽ വന്നിട്ട് ഒരു ഓണസദ്യ കഴിക്കുന്നതിനെ കുറിച്ച് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോഴത്തേനും ചോദിച്ച പൈസ 15,000 രൂപ. എങ്ങനെയുണ്ട്? എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി വരുമോ? ഇല്ല. ഇങ്ങനെ തന്നെയാണ് ആളുകൾ സഹായിക്കുന്നവർ പോലും സഹായം നിർത്തുന്നത്. ഇപ്പം ഇയാൾ ഇനി ആർക്കെങ്കിലും വീട് വെച്ച് കൊടുക്കുമോ? ഇതേപോലെ ആരുടെങ്കിലും ഒരു ദുരവസ്ഥ കണ്ടിട്ട് ഓ പാവമല്ല ഒരു വീട് വെച്ച് കൊടുക്കാം എന്നും പറഞ്ഞിട്ട് ഇയാൾ മുന്നോട്ട് വരുമോ? വരൂല. ഇങ്ങനെയാണ് കിട്ടാൻ അർഹതപ്പെട്ടവർക്ക് പോലും കിട്ടാതെ വരുന്നത്. എന്താണ് അവസ്ഥ എന്ന് ആലോചിക്കുക. അതായത് ബാഹുബലിനെ കട്ടപ്പ ചതിച്ച പോലെ ഉപകാരം ചെയ്തിട്ടുള്ള ഈ പറയുന്ന ഫിറോസിനെയും ഫിറോസിൻ്റെ കമ്പനീനെയും രേണുസുതി പച്ചയ്ക്ക് ചതിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തൊരവസ്ഥയാണെന്ന് നോക്കിയേ. അപ്പോൾ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.